ശമ്പളം തുച്ഛമായ ശമ്പളം, ആ ശമ്പളവും രണ്ടായിട്ട് തരുമ്പം ഈ മണിക്കൊരു വാല്യൂ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, PF കേട്ട സമയത്തിന് തരുന്നില്ല, നമ്മൾ SLA ഒന്നും അടയ്ക്കുന്നുണ്ടോ? ഒന്നും അടയ്ക്കുന്നില്ല സമയത്തിന്. ഇത് ഒന്നും സമയത്തിന് എടുക്കാൻ പറ്റില്ല. ഇന്ന് PF എഴുതി കൊടുത്താൽ ഞങ്ങളെ വീട്ടിൽ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ വല്ല മാരക രോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ വീട് വെക്കണം. വീട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പൈസ ചോദിക്കണേ. വീട് വെക്കണം എങ്കിൽ തന്നെ ഇവര് PF ഞങ്ങൾക്ക് സ്പെഷ്യൽ സാങ്ഷൻ തരുള്ളൂ. അപ്പൊ സ്പെഷ്യൽ സാങ്ഷന്റെ 1 വർഷം കഴിഞ്ഞാണ് ഈ PF ഒക്കെ കിട്ടണം, 2 വർഷം കഴിഞ്ഞാണ് കിട്ടണം. അപ്പൊ ഈ ജോലി കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അതായത് ഞങ്ങളായിട്ട് കുറച്ചുകൂടി ഇതിനേക്കാളും കൂലിവേലയ്ക്ക് പോകണവന് ഡെയിലി ശമ്പളം ഉണ്ട്, 1000 രൂപ ശമ്പളം ഉണ്ട്, അവന് നിശ്ചിതമായിട്ട് അറിയാം വൈകിട്ട് ശമ്പളം ഉണ്ട്. ആ ശമ്പളത്തിനനുസരിച്ച് അവൻ ജീവിക്കും. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ശമ്പളം 5 രൂപ, 10 രൂപ, 15 രൂപ, ഒരു കണക്കെ ഇല്ലാതെയാണ് പോണത്. ലാഭത്തിലാണ്. പിന്നെ എന്തോട്ട് ശമ്പളം തന്നൂടാ? ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് തറയിൽ കുത്തിയിരുന്ന് ശമ്പളം വാങ്ങണമെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമായത്? ഇത്തിരി അന്തസ് വേണ്ട ഇവർക്കൊക്കെ. ഇവരെയൊക്കെ വീട്ടിലും പെണ്ണുങ്ങളില്ലേ, ഇവരൊക്കെ വീട്ടിലും ആണുങ്ങളില്ലേ? നിങ്ങളും ജോലിക്ക് പോകണോ? എന്താ ജോലി കഴിഞ്ഞ് പോയിട്ട് നിങ്ങളടുത്ത് പറയാണ് ശമ്പളം അടുത്ത മാസം തരാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? ഗണേഷ് കുമാർ മന്ത്രി എന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ പുള്ളി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുള്ളി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുള്ളി അത് സ്വയം അറിഞ്ഞ് പുള്ളി, ഞങ്ങൾ മാത്രമല്ല, പുള്ളിക്ക് വോട്ടിട്ട ജനങ്ങള്, പുള്ളിക്ക് പൊതുജനം, കേരള പൊതുജനം മൊത്തം ഗണേഷ് കുമാറിന് ഒരു പ്രതീക്ഷ ഉണ്ട്. അത് പുള്ളി നശിപ്പിക്കരുത്. നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭയിലേക്കുള്ള രണ്ടാം ഊഴത്തിൽ KSRTC വകുപ്പ് തന്നെ KB ഗണേഷ് കുമാറിന് കിട്ടുന്നു. രണ്ടാമതും KB ഗണേഷ് കുമാർ KSRTCയുടെ അമരത്തെത്തുമ്പോൾ, മന്ത്രിയായെത്തുമ്പോൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTCക്ക് ഒരു പുതുജീവൻ നൽകുവാൻ ഗണേഷ് കുമാറിനാകും എന്ന് തന്നെയായിരുന്നു KSRTCയും KSRTCയിലെ ജീവനക്കാരും ഒരുപോലെ തന്നെ കരുതിയിരുന്നത്. ഗണേഷ് കുമാർ KSRTCയുടെ അമരത്തെത്തുമ്പോൾ തന്നെ KSRTCയിൽ വിപ്ലവകരമായ ചില മാറ്റങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങൾ മുഖേന എല്ലാവരും അറിഞ്ഞത്. മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ KB ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് തന്നെയാണ്: എൻ്റെ കയ്യിൽ മാന്ത്രിക വടി ഒന്നും ഇല്ല. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTCയെ ഒരു സുപ്രഭാതത്തിൽ ലാഭത്തിൽ ഓടിക്കുവാൻ എൻ്റെ കയ്യിൽ മാന്ത്രിക ദണ്ഡൊന്നുമില്ല. എന്നാൽ കൂട്ടായ പരിശ്രമം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അനാവശ്യമായ സമരങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഭരണതലത്തിലെ അനാവശ്യമായ യൂണിയൻ ഇടപെടലുകൾ ഒഴിവാക്കുകയാണെങ്കിൽ, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി 24 മണിക്കൂറും പണിയെടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 10-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ ശമ്പളം വാങ്ങിക്കാൻ സാധിക്കും എന്നാണ് അന്ന് KSRTC ജീവനക്കാരോട് ആയി KB ഗണേഷ് കുമാർ പറഞ്ഞത്. ഇത് മാധ്യമങ്ങൾക്ക് മുന്നിലും ഗണേഷ് കുമാർ പറയുകയുണ്ടായി. എന്നാൽ KB ഗണേഷ് കുമാർ മന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം KSRTCയുടെ MD തന്നെ മാറിപ്പോവുകയുണ്ടായി. മന്ത്രിയും MDയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളായിരുന്നു അതിന് പുറകിലുണ്ടായിരുന്നത്. പുതിയ MD വന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം മാറി. KSRTCയിൽ വിപ്ലവാത്മകമായ പല മാറ്റങ്ങളും KB ഗണേഷ് കുമാറിന് കൊണ്ടുവരാൻ സാധിച്ചു. ഇതിലൂടെ തന്നെ അനാവശ്യമായി ജോലി എടുക്കാത്ത പല ആളുകളും KSRTCയിൽ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും ജോലിയിൽ നിന്നും മാറ്റി നിർത്തി ജോലി എടുക്കുന്ന, കൃത്യമായ ജോലിക്ക് എത്തുന്ന ആത്മാർത്ഥതയുള്ള ആളുകളെ മാത്രം വെച്ചുകൊണ്ട് KSRTC പുനർ ഏകീകരിച്ചു. ഒരു നെറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പോലും വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ അറിഞ്ഞിരിക്കണം എന്നുള്ള ആജ്ഞകളെല്ലാം പാലിക്കപ്പെട്ടു. KSRTCയുടെ കെടുകാര്യസ്ഥത ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് KSRTC ജീവനക്കാർക്ക് മന്ത്രി പറഞ്ഞതുപോലെ 10-ാം തീയതിക്കുള്ളിൽ ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് ഇപ്പോൾ KSRTCയിൽ ജോലി ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ ചോദിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ ചോദിക്കുന്നത് ഇതാണ്: ഞങ്ങൾ മാസം 30 KSRTCയിൽ ജോലിയെടുക്കുന്നു, എന്നിട്ട് ശമ്പളം കിട്ടുവാൻ വേണ്ടി വീണ്ടും റോട്ടിൽ വന്ന് കുത്തിയിരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ്. മന്ത്രി അടക്കമുള്ള ആളുകളുടെ വീടുകളിൽ സ്ത്രീകളല്ലേ ഉള്ളത്? നിങ്ങൾ മാധ്യമങ്ങൾക്കും ഇതിൽ പങ്കില്ലേ? മാധ്യമങ്ങളോടല്ലേ മന്ത്രി അന്ന് പറഞ്ഞത് 5-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും എന്ന്? 5-ാം തീയതിയോ 10-ാം തീയതിയോ പോട്ടെ, 15-ാം തീയതിയോ എങ്കിലും ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്നാണ് KSRTCയുടെ ഒരു വനിതാ ജീവനക്കാരി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത്. ഞങ്ങൾ മാസം 30 ഇവിടെ ജോലി എടുക്കുന്നു, പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലും പോയി ജോലി എടുക്കുന്നു, ഉള്ള ആഭരണങ്ങളെല്ലാം പണയത്തിലായി, കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഞങ്ങൾക്ക് മാസം 30 ജോലിയുമുണ്ട്, എന്നാൽ ശമ്പളം കിട്ടുന്നില്ല. ഈ ശമ്പളം എപ്പോൾ കിട്ടും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ജോലി ചെയ്തിട്ട് ഈ ശമ്പളത്തിന് വേണ്ടി KSRTCയുടെ വാതുക്കലോ അല്ലെങ്കിൽ മറ്റു പൊതുനിരത്തുകളിലോ കുത്തിയിരുന്ന് ഞങ്ങൾ സമരം ചെയ്യേണ്ട ഒരവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് KSRTCയിലെ പുതിയ വകുപ്പ് മന്ത്രി ചെയ്തത്? ജീവനക്കാർക്ക് വേണ്ടി എന്താണ് മന്ത്രി ചെയ്തത് എന്ന് തന്നെയാണ് ഈ വനിതാ ജീവനക്കാരി ചോദിക്കുന്നത്. KB ഗണേഷ് കുമാർ KSRTCയുടെ അമരത്തെത്തുമ്പോൾ, മന്ത്രിയായി എത്തുമ്പോൾ ഞങ്ങൾ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ ജീവനക്കാരി എടുത്തു പറയുന്നു അവർ പത്തനാപുരംകാരി തന്നെയാണ്. പത്തനാപുരംകാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു KB ഗണേഷ് കുമാർ KSRTCയെ രക്ഷിക്കും എന്ന്.
എന്നാൽ KB ഗണേഷ് കുമാർ മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം KSRTC ജീവനക്കാരുടെ എണ്ണം പകുതിയായി. അതുകൊണ്ട് തന്നെ ശമ്പളം പകുതി പേർക്ക് കൊടുത്താൽ മതി. വർധനവും ഉണ്ടായിരിക്കുന്നു. KSRTC മുൻപ് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ വരുമാനം നേടിയിരിക്കുന്നു. വരുമാന വർധനവുണ്ടായിട്ടും തൊഴിലാളികളുടെ എണ്ണത്തിലും പകുതിയിലേറെ കുറവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിലവിലുള്ള ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് 5-ാം തീയതിയോ 10-ാം തീയതിയോ വേണ്ട 15-ാം തീയതിയെങ്കിലും ശമ്പളം കൊടുക്കാൻ KB ഗണേഷ് കുമാറിന് സാധിക്കാത്തത് എന്ന് തന്നെയാണ് ഈ വനിത പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത്. നഷ്ടത്തിലാണ് KSRTC എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. പ്രൈവറ്റ് ബസ് മുതലാളിമാർക്ക് റൂട്ട് പതിച്ചു കൊടുക്കുവാൻ വേണ്ടി, പെർമിറ്റ് കൊടുക്കുവാൻ വേണ്ടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഈ വനിത പറയുന്നത്. എന്തുകൊണ്ടാണ് KSRTC ഇനിയും രക്ഷപ്പെടുത്താൻ പറ്റാത്തത് എന്ന് തന്നെയാണ് ഈ വനിത ചോദിക്കുന്നത്. ഞങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്നു. മുൻപുള്ള കെടുകാര്യസ്ഥത KSRTCയിലില്ല. പകുതിയിലധികം സ്റ്റാഫുകൾ പിരിഞ്ഞു പോയിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് വരുമാന വർധനവുണ്ടായിട്ടും KSRTC സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ സാധിക്കാത്തത്? ഇത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയല്ലേ എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. ഒരു തൊഴിലാളിയായ സ്ത്രീ ചോദിക്കുന്നത്. അവർ പറയുന്നതിലും കാര്യമുണ്ട്. ഈ സ്ഥാപനം നഷ്ടത്തിലാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റാണ് ലാഭത്തിൽ ഓടുന്നത് എന്ന് കൂടി അവർ ചോദിക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിലും വാട്ടർ അതോറിറ്റിയിലുമെല്ലാം നഷ്ടങ്ങളില്ലേ? KSRTC നിത്യേന വരുമാനം കൂടുതൽ ഉണ്ടാക്കുന്നു എന്ന് തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുൻപില്ലാതിരുന്ന വിധം വരുമാന വർധനമുണ്ടാക്കുന്ന KSRTCയിൽ മാത്രം പിന്നെ എന്തുകൊണ്ട് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല? ഈ സ്ത്രീ KB ഗണേഷ് കുമാറിനെതിരെ, KSRTCക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതായത് ഗണേഷ് കയറുമ്പോ ഇതൊക്കെ ശരിയാവും. അതായത് ഗണേഷിനെ കുറിച്ച് ഞങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്. അത് ഗണേഷ് കുമാർ, ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ നശിപ്പിക്കരുത്. അതായത് ഞങ്ങൾക്ക് എംപ്ലോയീസ്, KSRTC എംപ്ലോയീസിന് മാത്രമല്ല, പുള്ളിയെ കുറിച്ച് ജനങ്ങൾക്കും കൊട്ടാരക്കരയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. അതായത് പുള്ളി ഞങ്ങളെ രക്ഷിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്നുള്ളത്. പക്ഷെ പുള്ളി വന്നിട്ടും തടയുക തന്നെ. ഇപ്പൊ ലീവ് എടുത്തതാ ഇതിന് വന്ന് നിൽക്കും. അതെ, ഞങ്ങൾ ജോലിയും ചെയ്തിട്ട് വന്ന് റോഡിലിരുന്ന് കൂലി ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഓഫീസിൽ നിങ്ങളും പോവേല്ലേ? ഒരു ജോലിക്ക് എല്ലാവരും വരുമാനത്തിനാണല്ലോ പോണത്. ഇവിടെ ഞങ്ങൾക്ക് ഓഫീസിലും ജോലി ചെയ്തിട്ട് വീട്ടിലും പോയി ജോലി ചെയ്ത് വീട്ടിൽ പോയി അരിയും പൊരിയും നോക്കുമ്പോൾ എല്ലാം വാങ്ങാൻ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ലേഡീസിന് കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ജെന്റ്സിന് കുറവൊന്നും ഇല്ല. അവർക്ക് പുറത്ത് പറയാനും പറ്റൂല. ഞങ്ങൾക്ക് ഇങ്ങനെ 10 പേരോട് പറയാനെങ്കിലും പറ്റും, അവർക്ക് പുറത്ത് പറയാനും പറ്റൂല. ഇപ്പൊ പറഞ്ഞത് കേട്ടില്ലേ, 44 പേരാണ് മരിച്ചത് സൂസൈഡ് ചെയ്ത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും പേര് മരിച്ചിട്ടുണ്ടോ? ഈ സൂസൈഡ് ചെയ്യാനും, അതായത് എല്ലാവർക്കും ഫിനാൻഷ്യൽ തന്നെയാണ് പ്രശ്നം. ഈ ശമ്പളം ഇവർ പറയണേ ഇന്നല്ലെങ്കിൽ നാളെ 5-ാം തീയതി തരുന്നില്ലേ, അല്ലെങ്കിൽ 15-ന് തരുന്നില്ലേ, പിന്നെ 25-ന് തരുന്നില്ലേ, 2 ഗഡുവായിട്ട് തരുന്നില്ലേ? ഇത് ഏത് വിധത്തിലാണ് ന്യായം? നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു 1000 രൂപ, ഒരു മണിക്ക് ഒരു വാല്യൂ ഉണ്ട്. മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ സമയത്തിന് കിട്ടണം, അല്ലാണ്ട് എന്തെങ്കിലും കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അതായത് ഈ മണി വാല്യൂ പകുതി പകുതിയായിട്ട് മുറിച്ച് തരുമ്പോ ഇപ്പൊ കറക്റ്റ് ടൈമിന് ഇപ്പൊ ഫീസ് അടയ്ക്കണം 5-ാം തീയതി. അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഒരു പവൻ ഉരുപ്പടി കൊണ്ടുപോയി പണയം വെക്കാം. ലേഡി ആയതുകൊണ്ടാണ് ലേഡീസിന്റെ കാര്യം പറഞ്ഞത്. ഒരു ഉരുപ്പടി കൊണ്ടുപോയി പണയം വെച്ച് ഞങ്ങളെ വീട്ടിലെ കാര്യം നടത്തും. പക്ഷെ ഇത് വരണത് 10-ാം തീയതി ആവുമ്പോ ശമ്പളം വരണത് പകുതിയാണ്. റിക്കവറിയും പോയിട്ട് പകുതി വരുമ്പോ എത്ര വരും? അപ്പൊ ഇത് ഉരുപ്പടി എടുക്കൂല, നടക്കൂല. അടുത്ത 25-ാം തീയതി വരുമ്പോ അടുത്ത ശമ്പളം വരുമ്പോഴും ഇത് എടുക്കൂല, ഇതെവിടെ കിടക്കുക? അങ്ങനെ ആയ 10-15 പോയിന്റ് ഉരുപ്പടി ഉള്ളതും കൂടി ബാങ്കിനകത്താണ് ഇരിക്കുന്നത്. സത്യമായിട്ടുള്ളത് ഞങ്ങൾ ഒരു വീട്ടമ്മ എന്നുള്ളതും കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എളുപ്പത്തിൽ പറഞ്ഞു തരണം. അതായത് വീടുകളെല്ലാം ഫിനാൻഷ്യലി ഇതാണ്. അപ്പൊ പുതിയ ലോൺ എടുക്കും. ഞങ്ങൾ ഈ ഉരുപ്പടിയുടെ കഥ പറയുമ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യും? പുതിയ ലോൺ എടുക്കും. പുതിയ ലോൺ ആകുമ്പോൾ റിക്കവറി നടക്കുമ്പോൾ ശമ്പളം എത്ര ഉണ്ട് മിച്ചം? അത് അടയ്ക്കാതിരിക്കുമ്പോൾ പിന്നെ ഡയറക്റ്റ് റിക്കവറിയാ. പിന്നെ ശമ്പളം തുച്ഛമായ ശമ്പളം. ആ ശമ്പളവും 2ആയിട്ട് തരുമ്പം ഈ മണിക്കൊരു വാല്യൂ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, PF കേട്ടാ സമയത്തിന് തരുന്നില്ല. നമ്മൾ SLA ഒന്നും അടയ്ക്കുന്നുണ്ടോ? ഒന്നും അടയ്ക്കുന്നില്ല സമയത്തിന്. ഇത് ഒന്നും സമയത്തിന് എടുക്കാൻ പറ്റില്ല. ഇന്ന് PF എഴുതി കൊടുത്താൽ ഞങ്ങളെ വീട്ടിൽ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ വല്ല മാരക രോഗം ഉണ്ടാവണം, അല്ലെങ്കിൽ വീട് വെക്കണം. വീട് പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പൈസ ചോദിക്കണേ. വീട് വെക്കണം എങ്കിൽ തന്നെ ഇവര് PF ഞങ്ങൾക്ക് സ്പെഷ്യൽ സാങ്ഷൻ തരുള്ളൂ. അപ്പൊ സ്പെഷ്യൽ സാങ്ഷന്റെ 1 വർഷം കഴിഞ്ഞാണ് ഈ PF ഒക്കെ കിട്ടണം, 2 വർഷം കഴിഞ്ഞാണ് കിട്ടണം. അപ്പൊ ഈ ജോലി കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അതായത് ഞങ്ങളായിട്ട് കുറച്ചുകൂടി ഇതിനേക്കാളും കൂലിവേലയ്ക്ക് പോണവന് ഡെയിലി ശമ്പളം ഉണ്ട്, 1000 രൂപ ശമ്പളം ഉണ്ട്. അവന് നിശ്ചിതമായിട്ട് അറിയാം വൈകിട്ട് ശമ്പളം ഉണ്ട്. ആ ശമ്പളത്തിനനുസരിച്ച് അവൻ ജീവിക്കും. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ശമ്പളം 5 രൂപ, 10 രൂപ, 15 രൂപ, ഒരു കണക്ക ഇല്ലാതെയാണ് പോണത്. ഈ മന്ത്രിയെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും നടക്കുന്നു വിചാരിച്ചപ്പോ ഒന്നും നടക്കണം മട്ടയില്ല. അങ്ങനെയാണ് പോണത്. ഇവർക്ക് ഇനി കൂശലില്ലയോ എന്തോ? ഡെയിലി ഇങ്ങനെ ഒന്ന് ശമ്പളത്തിന് വന്ന് തറയിൽ കുത്തിയിരുന്ന് വാങ്ങേണ്ട ഗതികേടൊക്കെ വലിയ ബുദ്ധിമുട്ട്. അതായത് മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നോക്കുമ്പോൾ ബുദ്ധിമുട്ട് ജീവിക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ്, ജോലി ചെയ്യണവർ ഇവരാണ്. അത് ഞങ്ങളത് മാത്രമേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതിലൊരു പ്രധാന തെറ്റ് ഇവിടെ എവിടെയെന്നറിയാമോ? മന്ത്രി, ഞങ്ങള് അല്ലെങ്കിൽ എംപ്ലോയീസ് അതൊന്നും അല്ല. ഇതിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളായ നിങ്ങളുടെ പേർക്കുണ്ട്. എന്താന്ന് വെച്ചാൽ 2022 ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് 5-ാം തീയതിക്കകത്ത് ശമ്പളം തരുന്ന എല്ലാ ട്രേഡ് യൂണിയനെയും വിളിച്ചിരുത്തി ഇതുപോലെ ഇവിടെ ധർണ നടത്തി
എത്രയോ ദിവസം ഇരുന്നാണ് ഇവിടെ ഇതിനകത്ത് വിളിച്ചിരുത്തിയാ പറഞ്ഞത്. അതിപ്പോ എല്ലാ മാധ്യമങ്ങളും നിങ്ങളും ഇത് കാണിച്ചതല്ലേ. അപ്പൊ നിങ്ങൾ എന്താ 2023 ആയപ്പോ അന്വേഷിക്കാത്ത? ഈ മാധ്യമങ്ങൾ ഇതിന്റെയൊക്കെ പുറകെ ഒന്ന് പോണം. KSRTC എത്ര ബസ്സുണ്ട്? പഴയതുപോലത്തെ ബസ്സാണ്. ഇപ്പൊ ഇത്രയും വരുമാനം കൂടിയില്ല. അപ്പൊ ഇത്രയും എംപ്ലോയീസ് കുറഞ്ഞില്ലേ? പകുതിക്ക് പകുതി കുറഞ്ഞ എംപ്ലോയീസ്. ഇത്രയും കുറഞ്ഞിട്ട് ഇത്രയും വരുമാനം കൂടിയിട്ട് ഈ പറഞ്ഞ വാക്ക് പാലിക്കാത്ത എന്തെന്ന് നിങ്ങൾ സ്വയം അത് ഇത് ഇടണം. ന്യൂസ് നിങ്ങൾ ഇടുന്നില്ല. ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഇവിടെ ഒന്ന് കൊടി പിടിച്ച് ഞങ്ങൾ ബഹളം കാണിക്കുമ്പോഴേ ഇന്നിപ്പോ 2 ദിവസം ഇത് കാണിക്കും, പിന്നെയും തടയുക, പിന്നെയും കാണിക്കില്ല. അപ്പൊ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നാലാമത്തെ ഒരു എനർജിയാണ്. അതായത് ഭരണത്തിനെ നേർവഴിക്ക് കൊണ്ടുപോകുന്നതിന്റെ 4ാമത്തെ തൂണാണ് മാധ്യമം. അത് മറന്നു പോരുത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ പോകണം. ഇല്ല, നഷ്ടത്തിലൊന്നല്ല. അങ്ങനെ നോക്കിയാൽ പണ്ടാണ് നഷ്ടത്തിൽ. ഇപ്പൊ എംപ്ലോയീസ് കുറഞ്ഞു, വരുമാനം കൂടി, 40% വരുമാനം കൂടി. ഇത്രയും വരുമാനം കൂടിയിട്ട് ഇനിയും നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളൊക്കെ ഒന്നും ബ്ലഡ് എടുത്ത് ഇവര് ബോട്ടിൽ അടച്ചു വെച്ച് വിക്കട്ട് അതേ നടക്കുള്ളൂ. ഞങ്ങൾ എല്ലാരും മരിച്ചാൽ ഇവിടെ നഷ്ടതീര. അങ്ങനെ യാതൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നഷ്ടമില്ലേ? താലൂക്ക് ഓഫീസിൽ നഷ്ടമില്ലേ? വാട്ടർ അതോറിറ്റിയിൽ നഷ്ടമില്ലേ? EB-യിൽ നഷ്ടമില്ലേ? എല്ലായിടത്തും നഷ്ടമുണ്ട്. ഇതിന് മാത്രം ഇത്രയും ഉണ്ടാക്കണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവരൊന്നും ഉണ്ടാക്കില്ല. കോടികൾ ഉണ്ടാക്കണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വേണം ഇവർ കൂടുതൽ സംരക്ഷിക്കാൻ. ഇവർക്കൊക്കെ ഗതികേട്ടിലായ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ആരെയില്ല, അറിയാമോ? ഞങ്ങൾ ഇത്രയെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ അന്നത്തെ വരുമാനത്തിനെങ്കിലും. അതുകൊണ്ട് ഈ നഷ്ടത്തിലാണ് ഈ കണക്ക് പറയരുത്. നഷ്ടത്തിലാക്കുന്നതാണ്. വിചാരിച്ചാൽ നഷ്ടം ലാഭത്തിലേക്ക് ആക്കാൻ പറ്റും. ഇവർക്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞാലേ പ്രൈവറ്റ് ബസ് കൊടുക്കാൻ പറ്റുള്ളൂ, പ്രൈവറ്റ് ബസ്സിൽ റൂട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നഷ്ടക്കണക്കൊന്നും പറയണ്ട. എല്ലാവർക്കും പ്രൈവറ്റ് ബസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രൈവറ്റ് ബസ്സിന് വേണ്ടിയിട്ടാ. അല്ലാണ്ട് നഷ്ടക്കണക്കൊന്നും ഇവിടെ ലേഡീസിന്റെ അടുത്തൊന്നും പറയരുത്. ഇവരൊക്കെ വലിയ ഇതായിട്ട് വലിയ ഒഫീഷ്യലായിട്ട് സംസാരിക്കും. പക്ഷെ ലേഡീസിന് അങ്ങനെ സംസാരിക്കാൻ അറിഞ്ഞൂടാ, എമോഷണൽ ആയി പോകും. അതുകൊണ്ട് നഷ്ടക്കണക്കൊന്നും ലേഡീസിന്റെ അടുത്ത് പറയരുത്. KSRTC എത്ര നഷ്ടമുണ്ടെന്നൊക്കെ അറിയാം. ലാഭത്തിലാണ്. പിന്നെ എന്തോട്ട് ശമ്പളം തന്നൂടാ? ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് തറയിൽ കുത്തിയിരുന്ന് ശമ്പളം വാങ്ങണമെന്ന് പറഞ്ഞാൽ എവിടത്തെ ന്യായമായത്? ഇത്തിരി അന്തസ് വേണ്ട ഇവർക്കൊക്കെ. ഇവരെയൊക്കെ വീട്ടിലും പെണ്ണുങ്ങളില്ലേ? ഇവരൊക്കെ വീട്ടിൽ ആണുങ്ങളില്ലേ? നിങ്ങളും ജോലിക്ക് പോകണം. ഇന്നത്തെ ജോലി കഴിഞ്ഞ് പോയിട്ട് നിങ്ങളെടുത്ത് പറയാണ് ശമ്പളം അടുത്ത മാസം തരാണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? എല്ലാരും അവരവരുടെ വരുമാനത്തിനാണ് ജോലി ചെയ്യണേ. ചുമ്മാ ഭരിക്കാൻ മാത്രം വന്നിരുന്നാ പോരാ. ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവണം. കൂലി ചെയ്തിട്ട് സെക്രട്ടേറിയറ്റിന്റെ തന്നെ ഫ്രണ്ടിൽ വന്നിരുന്ന ശമ്പളം ചോദിക്കണം എന്ന് പറഞ്ഞ എത്ര ഗതികേടാ ഇത്. എന്തെങ്കിലും ചോദിച്ചവർ പറയണം വേറെ പല ഡിപ്പാർട്ട്മെന്റിന് ശമ്പളം ഇല്ല. ഇതൊരു ന്യായമാണ്? വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാത്തവർക്ക് ഇത്രയും വരുമാനം ഉണ്ടാക്കണുണ്ടോ? ഒരു ദിവസം ഞങ്ങൾ എത്ര കോടിയാ ഉണ്ടാക്കണം? ഞങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ആർക്കും കൊടുക്കരുത്. എങ്കിൽ പിന്നെ ആർക്കും കൊടുക്കരുത്. ഞങ്ങൾക്ക് ശമ്പളം ഇല്ലെങ്കിൽ എങ്കിൽ പിന്നെ ആർക്കും കൊടുക്കരുത്. ശമ്പളം വാങ്ങാനുള്ള ഒരു അധികാരമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഇത്രയും കോടി ഉണ്ടാക്കണം. ആരും ഉണ്ടാക്കണില്ല ഇവിടെ. ഇവരൊക്കെ പറയും എല്ലാവർക്കും ഗവൺമെന്റ് കയ്യിൽ നിന്ന് കൊടുത്താ ഉണ്ടാക്കണത്. ഞങ്ങളാണ് ഇത്രയും ഉണ്ടാക്കണത്. ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ പൈസ തരൂല എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ കൊടുക്കണം? ഇവരൊക്കെ ഖജനാവി നടത്തല്ലേ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കണം. അപ്പൊ ഞങ്ങളെ മാത്രം ഇട്ടണത് എന്തെന്ന് വെച്ചാൽ ഇവിടെ റോഡിൽ വന്ന് ഇങ്ങനെ ഒരു ഷോ കാണിക്കണം. ഇവർക്ക് ഇത് കണ്ടു രസിക്കണം. അപ്പൊ നഷ്ടത്തിലാണെന്നുള്ളത് കണ്ടിട്ട് എന്തോന്ന് തരണം ഇവര്? ഞാൻ ചോദിക്കട്ടെ, ഒരു ബഡ്ജറ്റിൽ നിന്ന് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് തന്നൂടെ? തരാത്തെന്ത്? ഇല്ല, ഗണേഷ് കുമാർ മന്ത്രി വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ പുള്ളി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുള്ളി തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുള്ളി അത് സ്വയം അറിഞ്ഞ് പുള്ളി ഞങ്ങൾ മാത്രമല്ല, പുള്ളിക്ക് വോട്ടിട്ട ജനങ്ങള്, പുള്ളിക്ക് പൊതുജനം, കേരള പൊതുജനം മൊത്തം ഗണേഷ് കുമാറിന് ഒരു പ്രതീക്ഷ ഉണ്ട്. അത് പുള്ളി നശിപ്പിക്കരുത്.